തിരുവാഭരണ പേടകങ്ങൾക്കൊപ്പമെത്തി പമ്പയിലെ രാജമണ്ഡപത്തിൽ കഴിഞ്ഞിരുന്ന രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ പന്തളത്ത് നിന്ന് 3-ാം നാളാണ് സന്നിധാനത്തെത്തിയത്. താഴെ തിരുമുറ്റത്തെത്തിയ അദ്ദേഹത്തെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി 18-ാം പടി ഇറങ്ങിച്ചെന്ന് ആവണിപ്പലകയിൽ നിർത്തി കാൽ കഴുകി ആചാരപരമായി സ്വീകരിച്ചു. പടക്കുറുപ്പിനൊപ്പം കെട്ടില്ലാതെ 18-ാം പടി കയറിയ അദ്ദേഹം വടക്കേ നടയിലൂടെ സോപാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി. തുടർന്ന് മാളികപ്പുറം ക്ഷേത്രത്തിലെത്തി പരദേവതയായ മാളികപ്പുറത്തമ്മയെ ദർശിച്ച ശേഷം മണിമണ്ഡപത്തിന് പിൻഭാഗത്തുള്ള രാജമണ്ഡപത്തിലെത്തി വിശ്രമിച്ചു. തുടർന്ന് കളഭാഭിഷേകം, എഴുന്നള്ളത്ത് എന്നിവയ്ക്ക് നേതൃത്വം നൽകി. മാളികപ്പുറത്ത് നടന്ന മഹാഗുരുതിയിലും അദ്ദേഹം പങ്കെടുത്തു. പുലർച്ചെ പന്തളം കൊട്ടാരവും ശബരിമലയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വെളിവാക്കുന്ന ചടങ്ങുകളും നടന്നു. ആ ദിവസം രാജപ്രതിനിധിക്ക് മാത്രമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം. പിതൃപുത്ര സമാഗമമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് വിശ്വാസം. തുടർന്ന് അയ്യപ്പനെ ഭസ്മവിഭൂഷിതനാക്കി യോഗാദണ്ഡും രുദ്രാക്ഷമാലയും അണിയിച്ച യോഗനിദ്രയിലാക്കി. തുടർന്ന് വിളക്കുകൾ ഓരോന്നായി അണച്ച ഹരിവരാസനം പാടി മേൽശാന്തി പിന്നോട്ടിറങ്ങി നടയടച്ചു. ശ്രീകോവിൽ പൂട്ടി താക്കോൽക്കൂട്ടവും പണക്കിഴിയുമായി മേൽശാന്തി താഴെ തിരുമുറ്റത്ത് കാത്തുനിൽക്കുന്ന രാജപ്രതിനിധിയുടെ അടുത്തെത്തി അദ്ദേഹത്തിന് നൽകി. ഇവ രണ്ടും മേൽശാന്തിക്ക് മടക്കി നൽകി അടുത്തയൊരു വർഷത്തെ ശബരിമലയിലെ പൂജാകാര്യങ്ങൾ നോക്കി നടത്താൻ നിർദ്ദേശിച്ച തിരുവാഭരണ പേടകത്തോടൊപ്പം അദ്ദേഹം മടക്കയാത്രയും ആരംഭിച്ചു. ഇങ്ങനെയാണ് ഈ വർഷത്തെ മകരവിളക്കുത്സവത്തിന് പരിസമാപ്തി കുറിച്ചത്.